ഹലോ, അസ്സാം വലൈക്കും. യാസോ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പുതിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഫ് മസാലൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ച ബീഫ്, ഇത് 1 കിലോ വരും. പിന്നെ 4 കഷ്ണം 4 മുളക് കീറിയത്, പിന്നെ അതുപോലെ തന്നെ ഇടത്തരം 4 സവാള, 1 തക്കാളി, പിന്നെ കൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ്. ഇതാണ് നമ്മുടെ ബീഫ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ബീഫ് മസാല എങ്ങനെ തയ്യാറാക്കണം നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഏതോ ആവുക, പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് ഇടേണ്ട, നമുക്കൊരു പാകത്തിനുള്ള ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂണാണ് ഞാൻ ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 2.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് അടുത്തത് ചേർക്കേണ്ടത്. പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മളെ സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ പെരുജീരകപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാള ഒരു 4 സവാള അടുത്ത് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാം. നമ്മളിപ്പോൾ 1 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാളയുടെ അളവാണ് പറയുന്നത്. സവാള ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റുക. ഓയിൽ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് വീണ്ടും ചേർക്കാം. നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റ് വേണ്ടി ഒരു പിഞ്ച് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കണം, എങ്കിലേ സവാള പെട്ടെന്ന് വഴണ്ടി വരുള്ളൂ. സവാള പെട്ടെന്ന് വഴണ്ടി വരാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്, എങ്കിലേ സവാള പെട്ടെന്ന് വഴണ്ടി വരുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വഴറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. മസാലപ്പൊടികളെല്ലാം കറുത്ത് പോകാൻ സാധ്യതയുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് സവാള വഴണ്ടി കിട്ടുമ്പോഴാണ് നമ്മളെ ബീഫിൻ്റെ മസാലയ്ക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബ്രൗണിഷ് കളറൊന്നും വരണ്ട, ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ശേഷം നമ്മൾ തക്കാളി ചേർക്കുന്നു. ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തക്കാളിയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. പുളിക്കനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ശേഷം തക്കാളി വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ഇടത്തരം 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളക് 2 എണ്ണമൊക്കെ വേണമെങ്കിൽ കൂട്ടിയിടാം കേട്ടോ. നമ്മളൊരു മീഡിയം
എരിവിന് വേണ്ടിയിട്ടുള്ള മുളകാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ ഓൾറെഡി എന്തായാലും ബീഫ് മസാലയിൽ എരിവ് ഉണ്ടാവും. അപ്പം ഇനി സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ വേണമെങ്കിൽ മുളകുകളുടെ എണ്ണം കൂട്ടാം. നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഓരോ മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുക. 3.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, കാരണം ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് മല്ലിപ്പൊടി. അതിനാൽ മല്ലിപ്പൊടി നമുക്ക് ഒരു 3 സ്പൂൺ ഫുള്ളിട്ട് 3.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മളെ മല്ലിപ്പൊടി എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമുക്ക് ബീഫ് മസാല ചേർക്കാം. ഒരു 3 സ്പൂൺ ചേർക്കുന്നുണ്ട് ബീഫ് മസാല. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമുക്ക് അല്പം വെള്ളം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. അതിൻ്റെ ശേഷം നമുക്ക് കറിയുടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് അല്പം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മുടെ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ, നല്ല ഫ്രഷായിട്ട് വേപ്പിൻ്റെ ഇലയാണ്. കടകളിലത്തെ അല്ല, നമ്മുടെ നാട്ടിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. അതിനുശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ മസാലയിൽ നന്നായിട്ട് ഇത് ആക്കി കൊടുക്കും. ഈ ബീഫിനെ നല്ല മസാലയിൽ നന്നായിട്ട് ആക്കി കൊടുക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ടേസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ബീഫിൽ നന്നായിട്ട് ആകുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് ബീഫ് ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കാരണം ബീഫ് ഇട്ടതുകൊണ്ട് ഉപ്പ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി. നമ്മൾ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ അളവറിയാം. അപ്പോൾ നിങ്ങൾ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കല്ലുപ്പാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്, അതുകൊണ്ടാണ് നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം
ആ ഉപ്പും മസാലയും ഒക്കെ ഈ ബീഫിൽ ആകും വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ബീഫ് വേകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ, എങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കറി എന്തായെന്നല്ലേ. നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ബീഫിൻ്റെ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിരുന്നു, എങ്കിലേ നമുക്ക് തിക്ക് ഗ്രേവി കിട്ടുള്ളൂ. ഏകദേശം നമ്മുടെ ബീഫിൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.